കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. ഈ ആരാധന എന്നുള്ള വിഷയത്തിൽ നിന്ന് അങ്ങോട്ട് മാറാൻ കഴിയുന്നില്ല. പുതിയ നിയമസഭ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ വേർതിരിയപ്പെടട്ടെ. ആരാധന എന്നുള്ളത് പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. യഥാർത്ഥ ആരാധന വെളിപ്പെടാതെ പിശാച് പോകയില്ല. ശരിയായ ആത്മീയ ആരാധന വെളിപ്പെടുമ്പോൾ സ്വർഗത്തു നിന്ന് അവർ തീ ഇറങ്ങും. സ്വർഗത്തു നിന്ന് തീ ഇറങ്ങിക്കഴിഞ്ഞാൽ, ദൈവം അയച്ച തീ ഇറങ്ങിക്കഴിയുമ്പോൾ പിശാച് നിൽക്കാവില്ല, പിശാച് ഓടിക്കളയും. നിർഭാഗ്യമെന്ന് പറയട്ടെ, കോരഹിൻ്റെ അല്ലല്ലോ, മോശയുടെ കൂടെ നടന്ന അഹരോന്റെ പുത്രന്മാര് നാദാബും അബീഹൂബും, 2 പുത്രന്മാർ, ഓമനപുത്രന്മാർ, പൊന്നോമനപുത്രന്മാര്, വാണ്ട് ഗുണം പിടിക്കാത്തവന്മാര്. അവരെന്ത് ചെയ്തു? അവർ പ്രാർത്ഥിച്ച സമയത്ത് പഴയ നിയമ ആരാധനയിൽ അന്യാഗ്നി കത്തിച്ചു. അന്യാഗ്നി കത്തിച്ചുകൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ സന്നിധിയിൽ ശിക്ഷായോഗ്യരായി അവര് അഗ്നി ദഹിപ്പിച്ചു കളഞ്ഞു. വാടിക്ക് കൊടുക്കുന്നു മോശയ്ക്ക്, എൻ്റെ 2 പുത്രന്മാരും എൻ്റെ സന്നിധിയിൽ നശിച്ചു പോയത് കൊണ്ട് മോശയോട് പറഞ്ഞു, അഹരോനോട് പറയണം എപ്പോഴും കൃപാസനത്തിൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. എന്താ കാര്യം? തട്ടിപ്പോവും. മനസ്സിലായോ? ദൈവത്തെ കളിപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. ഇന്നത്തെ ആത്മീയ കോളത്തിൽ ഈ പിള്ളേർ കിടന്ന് കാണിക്കുന്ന ആത്മാവിൻ്റെ ആരാധന എന്നുള്ളത് അത് ആത്മാവിൻ്റെ ആരാധനയല്ല. ആത്മാവിൻ്റെ ഒരു പ്രവർത്തനവും അവരുടെ ഇടയിൽ ഇല്ല. പരിശുദ്ധാത്മാവ് ഇല്ല അവരിൽ. മുഴുവൻ അന്യാത്മാവിൻ്റെ ബഹളങ്ങളും പ്രവർത്തനങ്ങളുമാണ് അവിടെ നടക്കുന്നത്. അവിടെ നടക്കുന്ന ഊതിവീഴ്ചയും ഉന്തിയിടലും കൊരയും ചിരിയും ശർദ്ദലും മറ്റും ETC മുഴുവൻ അന്യാത്മാവിലാണ് നടക്കുന്നത്. പെന്തക്കോസ്തുകാർ സൂക്ഷിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോയില്ലെങ്കിൽ നിങ്ങളുടെ കട പറിച്ചു കളയും അവര്. അതുകൊണ്ടാണ് പത്യവചനം പത്യോപദേശം കേട്ട് പഠിക്കണമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം. സഭ ദൈവവചനത്തിൻ്റെ അപ്പോസ്തലിക ഉപദേശത്തിൽ സഭ നിൽക്കണം. ഈ ഇടയ്ക്കൊരു പാസ്റ്റർ പറഞ്ഞ് ഞാൻ ഓർത്തു പോകുന്നുണ്ട്, ശിശുസ്നാനത്തെ കുറിച്ച് ന്യായീകരിക്കുക. അതിന് പുസ്തകത്തിന് തെളിവൊന്നുമില്ല, പുള്ളി അങ്ങ് പറഞ്ഞുകൊള്ളുക. ഞങ്ങളും ഞങ്ങളുടെ പ്രസ്ഥാനവും ഞങ്ങളുടെ സഭയും ചരിത്രത്തിൽ അങ്ങനെ ചെയ്തെന്നുള്ള രേഖകളും വെച്ച് ഞങ്ങളത് ചെയ്യുന്നു. ഇതിൻ്റെ ചരിത്രത്തിലെ രേഖകളെല്ലാം വിഷയം വചനം എന്ത് പറയുന്നു എന്നുള്ളതാണ്. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്ഥാനപ്പെടുത്തി. ഞാനതിൻ്റെ ക്ലൂ മാത്രമേ പറയുന്നുള്ളൂ. ഒരു കർത്താവിൽ വിശ്വസിക്കാൻ പ്രായമായാൽ, യേശു കർത്താവിൻ്റെ രക്ഷിതാവാണ്, പാപപരിഹാരത്തിനായി എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാനുള്ള ആ പക്വത വന്നു കഴിഞ്ഞാൽ അവൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നീതീകരിക്കപ്പെടുകയും അവരെ സ്ഥാനപ്പെടുത്തുകയും ചെയ്യുക. ഇല്ലാതെ ഇങ്ക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ പിടിച്ച് വെള്ളത്തെ മുക്കിയിട്ട് എന്ത് കിട്ടാനാ? ദൈവകോപം വരുത്തി വയ്ക്കാമെന്നല്ലാതെ. ഞാൻ ആ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. അപ്പോ ആരാധന ആത്മാവിലാണ് എന്ന് നമ്മൾ പഠിച്ചു. ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. യാഗം, ഒരു ആത്മീയ യാഗത്തെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് പറയുന്നത് ഈ 2-ാം വാക്യത്തിൽ. ആക്ഷരിക യാഗം എന്തായിരുന്നു പറഞ്ഞേ? കാളക്കിടാവിനെയും പശുക്കിടാവിനെയും പ്രാവുകുഞ്ഞിനെയും ഒക്കെ കൊണ്ടുവന്ന് ഓരോരുത്തർ ചെയ്ത പാപത്തിന് ഏറ്റ നിലയിലുള്ള പാപവസ്തുവെ, പാപയാഗമൃഗത്തെ കൊണ്ടുവന്ന് പുരോഹിതൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഈ കുരുത്തം കെട്ടവൻ ചെയ്ത പാപം ഈ നിഷ്കളങ്കയായ ജീവിയുടെ മേലേക്ക് ആവാഹിച്ച് അതിനെ കൊല്ലുക. ആ യാഗത്തോടുകൂടി അവന് രക്ഷ കിട്ടുക. താൽക്കാലിക രക്ഷ, ടെമ്പററി രക്ഷ, താൽക്കാലികമായ വിടുതൽ. ദൈവം വെച്ചിരുന്ന അവസ്ഥയാണ്. അവരെക്കുറിച്ചാണ് പറഞ്ഞ സങ്കീർത്തനം 50:5 യാഗം കഴിച്ച് ദൈവം ചെയ്ത വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. കേട്ടോ, യാഗം കഴിച്ച് ദൈവം ചെയ്ത വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. അത് നമ്മളല്ല, അക്ഷരീയ യാഗം കഴിച്ചവരെ. നമ്മുടെ യാഗം എന്താ?
യേശുക്രിസ്തുവാകുന്ന യാഗപീഠത്തിൽ എന്നെയും നിന്നെയും സമ്പൂർണ്ണമായി സമർപ്പിക്കുക. നമ്മുടെ പഴയ ജീവിത രീതികളെല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് ഒരു പുതിയ മനുഷ്യനായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച് ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കുക. അതാണ് ആത്മീയ യാഗം. പാപം ചെയ്തുകൊണ്ടിരുന്ന റോമനെ 11-12 വായിക്കാം. 6 റോമർ. ഹല്ലേലൂയ. റോമർ 6:11-12 പെട്ടെന്ന് വായിച്ചേ. അതുകൊണ്ട് നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്ന് അടുത്ത് വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അപ്പൊ നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കുക. അത് പറഞ്ഞില്ല. അടുത്ത കൂടി വായിച്ചേ. നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കുക മതി. പാപം ചെയ്തുകൊണ്ടിരുന്ന അവയവങ്ങളെ ദൈവസ്ഥലിൽ സമർപ്പിച്ച് ആ പാപം ചെയ്ത അവയവങ്ങൾ നീതി ചെയ്യാനായിട്ട് സമർപ്പിക്കുക. അതാണ് ഒരു പുതിയ നിയമയാഗം. സമർപ്പണം, യാഗം എന്നൊരു അർത്ഥത്തിലെ സമർപ്പണം, ഡെഡിക്കേറ്റ് ചെയ്യുക. പാപം ചെയ്തുകൊണ്ടിരുന്നതിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ നീതി ചെയ്യാനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു ദൈവമേ. ഇതാണ് ആത്മീയ യാഗം. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണല്ലോ മനുഷ്യൻ പാപം ചെയ്യുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണല്ലോ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഈ പഞ്ചേന്ദ്രിയങ്ങൾ സാത്താന്റെ വകയായിരുന്നു. അതല്ലേ യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ. അവർ പേടിച്ചു, ഇതെന്ത് കളികളാണ്. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങളുടെ അപ്പം പിശാചല്ല അബ്രഹാമാണെന്ന്. രസമാ കഥ. ആ വർത്തമാനം കേട്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ അപ്പൻ അബ്രഹാമാ. അബ്രഹാം നിങ്ങളുടെ പിതാവായിരുന്നെങ്കിൽ എന്നെ നിങ്ങൾ അംഗീകരിക്കുമായിരുന്ന കർത്താവിനോട് പറഞ്ഞത്. നിങ്ങൾ പിശാചുള്ള പിതാവിൻ്റെ മക്കളെന്ന് പറഞ്ഞു. ഓ ദൈവമേ, ഇത് വലിയ സംഭവമാണ്. ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതരായി ജീവിച്ചവർ പിശാചെന്ന പിതാവിൻ്റെ മക്കളെന്ന് കർത്താവിനെ വിളിക്കാനിടയായി. അതിനൊക്കെ വലിയ ഇന്നർ മെസ്സേജ് ഉണ്ട്, പഠിച്ചോണം. ന്യായപ്രമാണം ശത്രുത്വമാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ വേർതിരിച്ചത് നടിച്ചുവറാണ് ന്യായപ്രമാണം. അത് ഇടിച്ചു കളഞ്ഞെന്നാണ് എഫേസ്യരിൽ എഴുതി പറയുന്നത്. ആ നടിച്ചുവർ, ന്യായപ്രമാണം എന്ന നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. ഓ, ആ ന്യായപ്രമാണം നടിച്ചുവർ ഇടിച്ചു കളഞ്ഞിട്ട് എന്ത് ചെയ്തു? യഹൂദനെയും യവനനെയും ബർബറിനെയും ശകനെയും എല്ലാവരും ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനാക്കി. ഒരേ പുതിയ മനുഷ്യൻ. പിന്നെ അവിടെ ബർബറില്ല, ശകനില്ല, യഹൂദനില്ല, ദാസനില്ല, ജാതിയില്ല, ഗോത്രമില്ല, ഭാഷയില്ല, വംശമില്ല. ഒരേ പുതുമനുഷ്യനാക്കി. ന്യായപ്രമാണം എന്ന ശത്രുത്വം എന്ന നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ ന്യായപ്രമാണം എന്ന ശത്രുത്വം, 1 കൊരിന്ത്യർ 15-ാം അധ്യായം ഞാനെടുത്ത് എൻ്റെ മുമ്പിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഹേ മരണമേ ഇതിന്റെ വിഷമുള്ളവിടെ, ഹേ മരണമേ ഇതിന്റെ വിഷമുള്ളവിടെ, പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം. ഹേ മരണമേതിന്റെ വിഷമുള്ളവിടെ, ഹേ മരണമേതിന്റെ ജയം അവിടെ, ഹേ മരണമേതിന്റെ വിഷമുള്ളവിടെ. മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തി പറ ന്യായപ്രമാണം. മരണശുശ്രൂഷയ്ക്ക് ഈ വാക്യമൊക്കെ വായിച്ച പാസ്റ്റർമാര് വലിയ മഹാന്മാരായിട്ട് നടിക്കാറുണ്ട്. ഇതൊന്ന് തെളിയിച്ചു കൊടുക്കണ്ടേ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തി ന്യായപ്രമാണമെന്ന് പൗലൂസ് വേദപുസ്തകത്തിൽ എഴുതി പഠിപ്പിച്ചെങ്കിൽ അതെന്താന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ന്യായപ്രമാണം മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല, ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയ അവനെ. ഒരു വാക്യം പറയാനായിട്ട് എൻ്റെ ഉള്ളിൽ പ്രേരണ കിട്ടുന്നുണ്ട്, ഞാനൊക്കെ പറയാം. 1 തീമോഥെയോസ് 1:8 വായിച്ചേ. ഞാനൊക്കെ വായിക്കാറില്ലെങ്കിൽ 1 തീമോഥെയോസ് 1:8 ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല ഇവിടെ. അതാ 2-3 പ്രാവശ്യം പറയണം. ഞാൻ പറയാം. സ്തോത്രം. 8 മുതൽ ന്യായപ്രമാണമോ നീതിമാനല്ല, അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പുരുഹന്താക്കൾ, മാതുഹന്താക്കൾ, കുലപാതകന്മാർ, തുറന്നടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നിവക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായ മറ്റേതിനും അത്രയും വെച്ചിരിക്കുന്നത്
മതി മതി മതി. ന്യായപ്രമാണം ഇതൊക്കെയാ പറയുന്ന പൈമോറങ്ങളെ ഒന്ന് മനസ്സിലാക്കി. ഇതൊക്കെ ഒരു ടെമ്പററി ലോ കൊടുത്തു. ആ ലോ ആർക്കാ? കള്ളന്മാർക്ക് കൊടുത്തതാണത്. അത് രക്ഷപ്പെടാനുള്ള ഒരു വഴിയല്ലത്. താൽക്കാലികമായ ഒരു ആശ്വാസത്തിന് കൊടുത്ത ഒരു ടെമ്പററി ലോയാണ് മൊസൈക്ക് ലോ. എന്നാൽ ക്രിസ്തുവിന്റെ പ്രമാണമാണ് മനുഷ്യനെ ആത്മരക്ഷയുടെ അവസ്ഥയിലേക്ക് നടത്തുന്നത്. രക്ഷാപൂർത്തി പ്രാപിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ചേ മതിയാവൂ. യേശു ക്രിസ്തുവാണ് ആദാമിനെ പോലും അധമ പാതാളത്തിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന് വിശ്രാമസ്ഥലത്താക്കിയെന്ന് എഫേസ്യ ലേഖനം 4 നമുക്ക് പഠിക്കാൻ കഴിയും. മനസ്സിലായോ? അതുകൊണ്ട് യഥാർത്ഥ യാഗം, പുതിയ നിയമ യാഗം എന്നുള്ളത് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പാപം ചെയ്തുകൊണ്ടിരുന്ന പഞ്ചേന്ദ്രിയങ്ങളെ സമ്പൂർണമായി സമർപ്പിച്ച് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ നീതി ചെയ്യാനായിട്ട് സമർപ്പിക്കപ്പെടണം. അതാണ് പുതിയ നിയമ യാഗം. പുതിയ നിയമ യാഗം എന്ന് പറഞ്ഞാൽ അതാണ്. 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് പാപം ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ ദൈവത്തിൻ്റെ നീതീകരണം ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നു. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം റോമാലയത്തിലെ പഠനമാണ്. ദൈവം നീതീകരിച്ച നാം ദൈവകൽപ്പനയായ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനമേറ്റ് വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നമ്മുടെ മുമ്പ് പാപം ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ നീതി ചെയ്യാനായിട്ട് സമർപ്പിക്കുന്നതാണ് പുതിയ നിയമയാഗം എന്ന റോമാലേഖനം 6-ാം അധ്യായവും മറ്റു വിവിധ ഭാഗങ്ങൾ കൂടി കോർത്തിണക്കി പഠിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു. ഈ യാഗമാണ് നമ്മൾ നടത്തേണ്ടത്. ഈ യാഗം എപ്പോഴും നടത്താൻ വേണമെങ്കിൽ നമ്മൾ പാപമില്ലെന്ന് പറഞ്ഞാൽ നാം ഇപ്പം തന്നെ വഞ്ചിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ പാപങ്ങളെ ശുദ്ധീകരിച്ച് നമ്മെ ശുദ്ധീകരിക്കാൻ നമ്മുടെ വിശ്വസനും നീതിമാനും ആകുന്നു. നമ്മളെ വിശുദ്ധീകരിക്കാൻ കൊണ്ട് നീതിമാനും ആകുന്നു. പാപങ്ങളെ എല്ലാം പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നു. അതിരിക്കാത്ത കർത്താവേ, നോട്ടം, ചിന്ത, പ്രവൃത്തി, സംസാരം, ബലമേ തെറ്റുകളെല്ലാം ക്ഷമിക്കണം. അവിടുത്തെ രക്തത്താലിനെ ശുദ്ധീകരിക്കണം. എൻ്റെ വഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്തു പോയ പാപങ്ങളെല്ലാം അവിടുന്ന് ക്ഷമിച്ച് അവിടുത്തെ വചനത്താലും ആത്മാവിനാലും രക്തത്താലും എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് ഒരു ശുദ്ധീകരണത്തോടെ, ഒരു പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കുമ്പോൾ ആത്മീയാഗം നടന്നു കഴിഞ്ഞു. അതിന് പകരമാണ് അവർ ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി ന്യായപ്രമാണം അനുശാസിക്കുന്ന കാളയെയും ആടിനെയും ഒക്കെ യാഗം കഴിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ആ യാഗത്തെയാണ് ഇവിടെ എടുത്ത് പൗലോസ് പറയുന്നത്. ബുദ്ധിയുള്ള ആരാധനകളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരണം. ആക്ഷരിക യാഗം നടത്തുമ്പോൾ ആ യാഗം ദൈവത്തിന് പ്രസാദമാകുന്നത് എങ്ങനെയാ? പുരോഹിതൻ നേരത്തെ പറഞ്ഞല്ലോ, തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് യാഗവസ്തു മൃഗത്തിന്മേൽ പാപം ആവാഹിച്ച് അതിനെ യാഗം കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ വ്യക്തി ചെയ്ത പാപം ആ മൃഗത്തിന്മേൽ ആവശ്യം അറുക്കുകയാണ്. അറുത്ത് കഴിഞ്ഞിട്ട് അതിനെ ശുദ്ധീകരിച്ച് ആ മാംസത്തെ യാഗപീഠത്തിലിട്ട് എന്ത് ചെയ്യണം? ദഹിപ്പിക്കണം. ദഹിപ്പിക്കാൻ നേരത്ത് ദഹിക്കാതെ കിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ മുപ്പല്ലി കൊണ്ട് അതൊക്കെ അങ്ങോട്ട് ചോട്ട് ഇളക്കി വിട്ട് ദഹിപ്പിക്കണം. ദഹിപ്പിക്കാതെ കിടന്നാൽ എന്താ പറ്റും? തീയിൽ ദഹിച്ചു പോകാതെ മാംസം കിടന്നാൽ എന്ത് പറ്റും? ചീഞ്ഞ് നാറും. അതായത് പെന്തക്കോസുകാരെ നാറി പുഴുത്ത് കിടക്കുന്നതിൻ്റെ കാര്യം മനസ്സിലായുമല്ലോ. പെന്തക്കോസ് എന്ന് കേട്ടാൽ ചീഞ്ഞ് നാറുന്ന അവസ്ഥയിലായി. എനിക്കും അതിൻ്റെ വേദനയും അതിൻ്റെ ദുഃഖവും അതിൻ്റെ സങ്കടവും ഒക്കെ പേറിക്കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പെന്തക്കോസുകാരെന്ന് പറഞ്ഞാൽ വാതിൽ കൊട്ടിയടിക്കുന്ന കാലമായി മാറി. ഇങ്ങോട്ട് വരണ്ട, അയ്യോ ട്രാക്ടർ ഞങ്ങൾക്ക് വേണ്ട, അയ്യോ നിങ്ങൾ കൊണ്ട് വായിച്ചത് നന്നായി. അതാണ് വീണാ ജോർജ് പറഞ്ഞത്, നമ്മളെ ദുഃഖം നമുക്കൊരു മാനസാന്തരം ആവശ്യമുണ്ടെന്ന്, നമുക്കൊരു മടങ്ങിയൊരു ആവശ്യമുണ്ടെന്ന് അവർ പ്രസംഗിച്ചു. വി.ഡി. സതീശൻ കുറേയൊക്കെ വായി വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പുള്ളിയും പോയി. ഇവിടെ ഒരു പ്രധാന കൺവെൻഷനിൽ വി.ഡി. സതീശനും വീണാ ജോർജും ഒക്കെ ഒന്ന് പ്രസംഗിക്കുന്ന വേദികളായി നമ്മുടെ വേദികൾ മാറി. കാരണം നമ്മുടെ നേതാക്കന്മാരെല്ലാം കുറ്റിയും പറിച്ച് കിടക്കുകയല്ല, ഒട്ടുമുക്കാലും. ഹല്ലേലൂയ. എത്ര ശോചനീയം, എത്ര സങ്കടകരം, എത്ര വേദനാജനകം. ഈ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ മോനും കൂടി ഗുണ്ടായിസം നടത്തി
ഒരു ഹിന്ദു സഹോദരനെ ഒരു മുസ്ലിം സഹോദരനെ തല്ലി അവരുടെ മേൽ പോലീസ് FIR ഇട്ട് റിമാൻഡ് ചെയ്തെന്ന്. ഇട്ടോന്ന് എനിക്കറിയില്ല ജാമ്യത്തിൽ. കാരണം ജാമ്യത്തിൽ വിടാൻ സാധ്യതയുണ്ട്. കാരണം അവർ നല്ല കാശുള്ളവരാ. കാശും പണവും ഇതുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പണത്തിൻ്റെ മേലും പിന്നെ പ്രശസ്തിയുടെ മേലും ഒന്നും ഒരു പരുന്തും പറക്കൂലെന്ന് പറഞ്ഞ പോലെ കാശുണ്ടെങ്കിൽ ജാമ്യം എടുക്കാം ഏത് കൊടും ഭാവിക്കും, കൊടും ക്രിമിനലിനും. ആ കാശിന് പോക്കില്ലാത്തവരെ കൊണ്ടിട്ട് അടിച്ച് അവൻ്റെ നട്ടലൊക്കെ ഓടിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പ്രസംഗത്തിൽ പ്രധാനമായിട്ട് തെളിയിച്ചു നിൽക്കുന്ന ആത്മീയ യാഗമാണ്. യഹൂദൻ ആക്ഷരിക യാഗം നടത്തുമ്പോൾ പുതിയ നിയമവിശ്വാസി ആത്മീയ യാഗം നടത്തുക. അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ പാപം ചെയ്യാതെ നീതിക്ക് വേണ്ടി സമർപ്പിച്ച് കർത്താവേ ലോകത്തോട് അണ്ടുവരാകാതെ നന്മയും പൂർണ്ണയും പ്രസാദമുള്ള ദൈവഹിതവിനെ തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ അവിടെ തന്നെ സഹായിക്കണമേ. ഈ ലോകത്തിൻ്റെ പാപമംഗിലമായ അവസ്ഥകളിലേക്ക് എൻ്റെ നോട്ടവും ചിന്തയും പ്രവൃത്തിയും ഇടപാടുകളൊന്നും പോകാതെ ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങൾ വിശുദ്ധരായിരിപ്പേരെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന വചനവസ്ഥ പ്രകാരം വിശുദ്ധിയോടെ നിർമ്മലയോടെ ജീവിപ്പാൻ കർത്താവേ എനിക്ക് കൃപ തരണമേ എന്ന് പറഞ്ഞ് ദൈവസ്ഥനിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് ആത്മീയ യാഗം ഓരോ ദിവസവും കഴിച്ച് ഒരു ദൈവവൈതൽ മുമ്പോട്ട് പോകണമെന്നാണ് ദൈവവചനം നമ്മളെ അനുശാസിക്കുന്നത്. ഇന്ന് അങ്ങനെ അത് കാണുന്നില്ല. സമയം വരുന്നവരൊക്കെ ഏത് പാപവും ചെയ്യാം, ഒരു കുഴപ്പമില്ല. നമുക്കൊക്കെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാൽ അത് ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് പിന്നെയും പോകാനാണ് വചനം അനുശാസിക്കുന്നത്. അപ്പോഴാണ് ആത്മീയ യാഗം യാഥാർത്ഥ്യമാകുന്നത്. നിങ്ങളുടെ ശരീരങ്ങളെ, ഹല്ലേലൂയ, ജീവനും വിശുദ്ധി ശരീരങ്ങളെ എന്ന് പറയുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ എന്നുള്ള പഠനത്തിലേക്ക് വരണം. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ശ്രോത്രം, ചെവി, പഞ്ചേന്ദ്രിയം. ഈ ലോകത്തിൻ്റെ അനുപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതവിനെ തിരിച്ചറിയണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. ഈ 3 വാക്യം എന്ന് പറയുന്നുള്ളൂ, 2 വാക്യം. ബാക്കിയെല്ലാം നമുക്ക് വരുന്ന വാട്സപ്പിൽ നിങ്ങൾക്കത് കിട്ടും. ശ്രദ്ധിക്കുക, ഈ ലോകത്തിന് അനുരൂപരാകരുത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവെന്ന് പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളെ പകപ്പാൻ ലോകത്തിന് കഴിയുകയില്ല. എന്നാൽ അതിൻ്റെ പ്രവൃത്തി ദോഷമുള്ളത് എന്ന് ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട്. അതിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പ്രവൃത്തി മുഴുവൻ ദോഷമാണ്. ആ ദോഷമെന്ന് ഞാൻ പറയുന്നതുകൊണ്ട് ലോകം എന്നെ പായിക്കും. ഇന്ന് വിശ്വാസികളെ ലോകം പായിക്കുന്നില്ല, പാസ്റ്റർമാരെ ലോകം പായിക്കുന്നില്ല. കാരണം അവര് ലോകത്തിന്റെ കഴുത്തി കൈയിട്ടോണ്ട് പോവുക, ലോകത്തോട് ചങ്ങാറ്റം കൂടി പോവുക, ലോകത്തോട് കൂട്ടുപിടിച്ചോണ്ട് അവര് പോവുക, ലോകത്തിന്റെ വ്യവസ്ഥിതിയിൽ അവർ നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പ് എന്നെ പകച്ചിരിക്കുന്നു എന്നറിവി. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ സ്വന്തമാതിരെ പകയ്ക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ഇന്ന് ലോകമല്ല പകയ്ക്കുന്നത്, നമ്മളാ ലോകത്തെ പകയ്ക്കുന്നത്. ഒരു പാസ്റ്ററുടെ മോനും കൂടി ചേർന്ന് ലോകക്കാരെ തല്ലി അവൻ്റെ നടുപൊടിച്ചു. അവര് തിരിച്ചു തല്ലേണ്ട നല്ല പാസ്റ്ററും മോനും കൂടി അവർക്കിട്ട് കൊടുത്തു. അപ്പം ആരാണ് ലോകക്കാര്? നമ്മൾ ലോകക്കാരെക്കാൾ അതപ്പതിച്ചു പോയി ഇന്നത്തെ ക്രൈസ്തവ കോളം. പ്രസംഗം കേട്ടാൽ തീ പാറും എന്നാ പറയുന്നത്. ശരിയാ, തീ പാറും. അത് അന്യാഗ്നിയാണെന്നേ ഉള്ളൂ, നല്ല അഗ്നിയല്ല. ഞാനിതൊക്കെ പുസ്തകത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പലർക്കും എന്നോട് വലിയ താല്പര്യമില്ല. പ്രോസ്പെരിറ്റിയെ കുറിച്ച് പ്രസംഗിച്ചാൽ ചില പാസ്റ്റർമാർ കിടന്ന് തുള്ളുന്ന തുള്ളൽ കണ്ടിട്ട് എനിക്ക് അതിശയം വന്നുപോയി. ഇന്നലെ ഞാനത് കണ്ടതാണ്. എന്നാൽ പ്രോസ്പെരിറ്റി പ്രസംഗം കഴിഞ്ഞ് പത്യവചനം പറഞ്ഞപ്പോൾ കടന്നൽ കുത്തിയ പോലെയായി പാസ്റ്ററുടെ മോന്ത. ബലൂണിൻ്റെ കാറ്റടിച്ചു വിട്ടതുപോലെ പോയി. ഷൂ എന്ന് പറഞ്ഞത് പോയി. സ്വോത്രമില്ല, അല്ലേലിയയില്ല. ഇത് ഏത് ആത്മാവാ എനിക്ക് മനസ്സിലാകുന്നില്ല. കർത്താവ് പറഞ്ഞത് ഈ ലോകത്തിന്, പൗലോസ് പറഞ്ഞു ഈ ലോകത്തിന് അനുരൂപ. എന്താ കാര്യം? ഈ ലോകം ദുഷ്ടൻ്റെ അതിൽ കിടക്കുക.
സർവ്വലോകം ദുഷ്ടന്റെ അധീനിൽ കിടക്കുന്നു. ഈ ലോകത്തിന്റെ പ്രഭു സാത്താൻ, ഈ ലോകത്തിന്റെ പ്രഭു സാത്താൻ, ഈ ലോകത്തിന്റെ പ്രഭു സാത്താൻ എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒട്ടനവധി പ്രാവശ്യം യോഹന്നാൻ പറയുന്നു. 2 കൊരിന്ത്യർ 4:4 2 കൊരിന്ത്യർ 4:4 വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. വാക്യം പറയുകയും വായിക്കുകയും ചെയ്യണം. അപ്പം അത്ര ഫാസ്റ്റായിട്ട് ബൈബിള് കൈകാര്യം ചെയ്യാൻ പഠിക്കണം. 2 കൊരിന്ത്യർ 4:4. ദൈവപ്രതിമയായ ക്രിസ്തുയേശുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. മനസ്സിലായില്ല? അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ അവിശ്വാസികൾ എന്ന കൂട്ടത്തിൽ ഞാൻ പെന്തക്കോസ്തുകാരെ ചേർക്കുക അങ്ങോട്ട്. വിശ്വാസികൾ ആരാ ഉള്ളത്? ഒരു ചെറിയ ന്യൂനപക്ഷമേ ഉള്ളൂ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവര്. വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നത് എബ്രായ ലേഖനത്തിൽ ഒരു പദം കാണാൻ കഴിയും നമുക്കല്ലേ? അതാ ഞാൻ അങ്ങനെ പറയാൻ കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എത്രയും കാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. നാമോ പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നത്. കർത്താവിൽ വിശ്വസിച്ച് അവൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ച് രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകണം നമ്മൾ. ഒരു ചെറിയ ശേഷിപ്പേ ഉള്ളൂ പെന്തക്കോസ്തുകാരുടെ കൂട്ടത്തിൽ. അതിൽ എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങളെല്ലാവരും അക്കൂട്ടത്തിലുള്ളവരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. വലിയ വലിയ പ്രസ്ഥാനങ്ങളിൽ അംഗത്വം എടുത്ത് ഊറ്റം കൊള്ളുന്നവരെ ചിന്തിച്ചു കൊള്ളുക. പ്രസ്ഥാനങ്ങളല്ല നമ്മളെ രക്ഷിക്കുന്നത്, നമ്മളെ യേശു ക്രിസ്തുവാണ് രക്ഷിക്കുന്നത്. യേശു ക്രിസ്തു രക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിക്കുന്നതിലൂടെയാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് എന്നർത്ഥം. ഹല്ലേലൂയ. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ വണ്ണം ഈ ലോകത്തിൽ ജ്ഞാനികളെ തിരഞ്ഞെടുത്തു. സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കും. പിശാചിന്റെ ആധിപത്യമുള്ള ലോകമാണിത്. ഈ ലോകം സാത്താന്റെ കൈകളിലാണ്. അതെനിക്ക് പറയാനായിട്ട്, ഒന്ന് പ്രത്യേകം പറയാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഗഹനമായിട്ട് നിങ്ങളെ ഒന്ന് ഗ്രഹിപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. മത്തായി 4, ലൂക്കോസ് 4 സുവിശേഷങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ അതിൽ സ്തോത്രം അല്ല, മത്തായി മാർക്കോസും അല്ലേ, അല്ല മത്തായും ലൂക്കോസും 4-ാം അധ്യായം വീതം പഠിക്കുമ്പോൾ അവിടെ പിശാചും യേശുക്രിസ്തുവുമായിട്ടുള്ള സംഭാഷണം നമുക്ക് കാണാൻ കഴിയും. അത് ലൂക്കോസ് ഞാനെടുത്ത് വായിക്കുന്നു. കുറച്ചുകൂടി ക്ലാരിറ്റി ലൂക്കോസിലാണ്. അതുകൊണ്ട് അതെടുത്ത് ഞാൻ പറയുവാൻ കർത്താവ് ശരണപ്പെടുന്നു. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളണമേ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ ഒന്നും അവൻ ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കാമെന്ന് പറഞ്ഞു. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ ശ്രദ്ധിക്കണേ, സ്വർഗം കാണിച്ചു കൊടുത്തതല്ല, ലോകത്തിലെ സകല രാജ്യങ്ങളെയും കാണിച്ചു. അമേരിക്ക, ലണ്ടൻ, കാനഡ, ഭാഷന്മാർ ഇഷ്ടപ്പെടുന്ന അമേരിക്ക, ലണ്ടൻ എല്ലാം കാണിച്ചു കൊടുത്തു. ഇപ്പം അങ്ങോട്ടാണല്ലോ പാച്ചിൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഗൾഫ് രാജ്യങ്ങൾ, നൂറുകണക്കിന് ഗൾഫ് രാജ്യങ്ങൾ ഭാഷന്മാർ ഈ കേരളക്കരയിൽ കിടപ്പുണ്ട്. എനിക്ക് അവരുമായിട്ട് ഒരു കൂട്ടുമില്ല. കാരണം പറയാനുള്ള കാര്യം വേറൊന്നുമില്ല. ഞാൻ ഈ ഗൾഫിൽ കിടന്നുകൊണ്ട് ഇവരുടെ ഈ പോക്കും വരവും ഒക്കെ ഞാൻ സസൂക്ഷ്മം വീക്ഷിച്ചു. ഗുണമല്ലെന്ന് മനസ്സിലായി. ദൈവം അയച്ചിട്ട് വന്നതല്ല. വട്ടിപ്പലിശയ്ക്ക് ഒരുത്തൻ കാശെടുത്ത് സൗദി പോയ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആ പുള്ളിയോട് ഇച്ചിരി ആശയവിനിമയം നടത്തിയപ്പോൾ പുള്ളി എന്നെ ശാസിക്കണമെന്ന് പറഞ്ഞു. മാസ്റ്ററിനെ എനിക്ക് ശാസിക്കണം കേട്ടോ. ഞാൻ വന്നോളാൻ പറഞ്ഞു. ശാസിക്കാൻ വന്നാലും തല്ലാൻ വന്നാലും ബിരിയാണിയും വണ്ടിക്കാശ് ഉറപ്പ്, റിട്ടേൺ വന്നോളാൻ പറഞ്ഞു. പൊടി പോലും കണ്ടില്ല. പിന്നീട് ഞാൻ തിരക്കിയപ്പോൾ മനസ്സിലായത് പൈസ ഇല്ലാതെ പലിശയ്ക്ക് കാശെടുത്ത് വിദേശയാത്രയ്ക്ക് പോയി. ആ പുള്ളിയാ എന്നെ ശാസിക്കാൻ വന്നേക്കണ. നല്ല കണക്കായി. ശാസിക്കട്ടെ, ശാസിക്കാൻ പറ്റുമെങ്കിൽ ശാസിച്ചിട്ട് പോയിക്കോട്ടെ, ഞാനതിനെതിരൊന്നുമല്ല.
ഈ തരികിട കാണിച്ച് നടക്കുന്ന പാസ്റ്റർമാർക്ക്, വിശ്വാസികൾക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാ? അവരംഗീകരിക്കണമെന്ന് വെച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട നിലയിൽ പ്രസംഗിക്കാൻ ഇഷ്ടം പോലെ പ്രാസംഗികർ കിടപ്പുണ്ടല്ലോ, കണ്ടെയ്നർ കണക്കിന് കിടപ്പുണ്ട്. എന്നാലും ഒരു അച്ചായൻ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ പോലെ ഈ പത്യവചനമൊക്കെ പറയുന്നത് കുറച്ച് പേരേ ഉള്ളൂ. അതേ കുറച്ച് പേരേ ഉള്ളൂ. മുഴുവൻ ഈ കൊള്ളില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആത്മരക്ഷയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ടേ പറയാൻ. ഹല്ലേലൂയ. ഇവിടെ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചേ കേട്ടല്ലോ. എന്താ കേട്ടത്? പിന്നെ ആ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം, അതെങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. സകല ലോക രാജ്യങ്ങളെയും കാണിച്ചിട്ട് പറയുന്നു, ഇതിൻ്റെ അധികാരമെല്ലാം എങ്കൽ ഫലമേൽപ്പിച്ചു. ആര് ഫലമേൽപ്പിച്ചു? ആരാ ഇവരെ ഫലമേൽപ്പിച്ചത്? ആരാ ഫലമേൽപ്പിച്ചത്? എൻ്റെ കാര്യം മൊത്തം വായിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യമാണ്. ആദാം അവയെ കൂടി ഫലമേൽപ്പിച്ചു കൊടുത്തു. അരുത്, വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചപ്പോൾ സർവ്വലോകത്തിൻ്റെ അധികാരം അങ്ങോട്ട് പോയി, സാത്താനിലേക്ക് പോയി. അരുത്. കർത്താവ് അരുതെന്ന് പറയുന്നത് ചെയ്താൽ നിന്റെ ചീട്ട് കീറാൻ സാത്താന് കഴിയും. കീറാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ എന്നെണ്ണിക്കോണം കേട്ടോ. എനിക്കതേ പറയാനുള്ളൂ. ദൈവം ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത്. ഇപ്പൊ പുതിയ നിയമത്തിൽ വരുമ്പോൾ അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശം അനുസരിക്കണം. ഞാൻ തെറ്റുപറ്റിയാൽ ദൈവത്തിന് ക്ഷമയോചനം ചോദിക്കണം. ദയ തെറ്റിപ്പോയി, കുറവുള്ളവരായിപ്പോയി, ബലഹീനരായിപ്പോയി, എന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചോണം. ഇല്ലെങ്കിൽ എന്താ പറ്റും? യാഗം കഴിക്കാൻ പറ്റത്തില്ല. പുതിയ നിയമ യാഗം കഴിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ, മനസ്സാ വാചാ കർമ്മണ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് പഞ്ചേന്ദ്രിയങ്ങളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ്, കർത്താവേ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ, പാപം ചെയ്ത പഞ്ചേന്ദ്രിയങ്ങൾ ദൈവേഷ്ടം ചെയ്യാനായിട്ട് ഞാൻ സമർപ്പിച്ചു. രക്ഷാസ്നാനം, അഭിഷേകം, വിശുദ്ധി വേർപാടിലേക്ക് ഞാൻ വന്നു. ഈ പഞ്ചേന്ദ്രിയം കൊണ്ട് ഞാൻ പാപം ചെയ്തു പോയി, എന്നോട് പൊറുക്കണമേ, ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട് പോയാലേ പുതിയ നിയമയാഗം നടക്കത്തുള്ളൂ. മനസ്സിലായോ? പഴയ നിയമയാകവും പുതിയ നിയമയാകും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് മനസ്സിലാക്കണം. ഇവിടെ സാത്താൻ പറയണത് എന്താ? ഇതെങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവർ ഞാൻ കൊടുക്കും. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് അവർ പറഞ്ഞു. ഇന്നത്തെ പെന്തക്കോസ്ത് പാസ്റ്റർമാരോ എൻ്റെ തലപ്പത്തിരിക്കുന്നവരായിരുന്നെങ്കിൽ 1000 മടങ്ങ് നമസ്കരിച്ച് അതെല്ലാം വാങ്ങിക്കൂട്ടി ഗിൽഗാൽ ഫുഡ് കോർട്ട് എന്നും പറഞ്ഞൊരു പുതിയ പേര് വിട്ട് എൻ്റെ തലപ്പത്തിരുന്ന ആൾക്കാരെയും വെച്ച് കച്ചവടം ചെയ്ത് കോടീശ്വരന്മാരായി നരകത്തിൽ പോയല്ലേ. കർത്താവ് എന്ത് ചെയ്തു? നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവുള്ളൂ എന്ന് എഴുതിയിരിക്കുന്നു. കറക്റ്റ് പ്രമാണം എഴുതിയിരിക്കുന്നു, തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ യേശുവിൻ്റെ ഹൃദയത്തിൽ പിശാച് യേശുവിനെ പരീക്ഷിക്കാൻ വന്നപ്പോൾ യേശുവിൻ്റെ ഹൃദയത്തിൽ എന്തുണ്ടായിരുന്നു? വചനം ഉണ്ടായിരുന്നു, തിരുവഴുത്തുകളുണ്ടായിരുന്നു. ഇന്നത്തെ പെന്തക്കോസ്തുകാരൻ്റെ ഹൃദയത്തിൽ മുഴുവൻ ലോകം കയറി കിടക്കുകയാണ്. റിയൽ എസ്റ്റേറ്റ്. ഒരുത്തം പ്രസംഗിച്ചതല്ലേ, ദൈവസഭയ്ക്ക് റിയൽ എസ്റ്റേറ്റ് തരാൻ പോകുന്നു, കോടികൾ തരാൻ പോകുന്നു. ഈ തരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് ഇത് കൊടുക്കാൻ പോവുക എന്നത്. നിങ്ങൾക്കെല്ലാം കോടികൾ റിയൽ എസ്റ്റേറ്റൊക്കെ തരാൻ പോവുക, നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കാൻ പോവുക. ശരി, 100% ശരിയാ ആ പാസ്റ്റർ പറഞ്ഞത്. പിശാചിൻ്റെ ആത്മാവ് കയറി പറഞ്ഞാൽ 100% ശരിയാ. അവർക്കെല്ലാം അത് കിട്ടും. ഞാൻ അവരുടെ കൂട്ടത്തിൽപ്പെട്ട വിശ്വാസികളോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാ. അവിടെ പാസ്റ്റർ പറഞ്ഞാൽ ശരി, അവർക്കെല്ലാം അത് കിട്ടും. കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ നന്മ പാസ്റ്ററിനും കിട്ടും. അതിനുവേണ്ടി ഈ പറയുന്നേ. റിയൽ എസ്റ്റേറ്റ് നടത്തി 5 കോടി രൂപ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപ കൊടുക്കണം? പാസ്റ്റർ ദശാംശം. ആ ദശാംശത്തിൻ്റെ 4 ഇരട്ടി അവർ കൊടുക്കുകയും ചെയ്യും. പാസ്റ്ററിന് സന്തോഷം, അവർക്ക് സന്തോഷം. നരകത്തിൽ പോണ കാര്യമല്ലേ, അത് പിന്നീടല്ലേ. എടാ വണ്ടക്കോ സ്വാമി, അങ്ങനെ ചിന്തിച്ചാൽ നിന്റെ കാര്യം കട്ടപ്പോഹ. നരകത്തിൽ പോകുമെന്നുള്ള ദൈവഭയത്തോടുകൂടി യോഗ്യമായ നിലയിൽ ജീവിക്കുന്നതാണ് ദൈവഭക്തി. താൽക്കാലിക ലാഭത്തിന് വേണ്ടി 70-80 സംവത്സരം ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി ഭൗതികം വാരിക്കോരി കൂട്ടുന്ന ആരെങ്കിലും എൻ്റെ പ്രസംഗം കേൾക്കുന്നവർ സൂക്ഷിച്ചോ, നിന്റെ കട പറിച്ചു കളയും സാത്താൻ. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അതെങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവർ ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിന്റേതാകും എന്ന് പറഞ്ഞു. യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവുള്ളൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
പിന്നെ അവൻ യെരുശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി. അവിടെ നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക എന്ന് പറഞ്ഞു. നിന്റെ കാപ്പാൻ നിന്റെ ദൂതന്മാരെ കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിലോട് തട്ടാതെ കൊണ്ടും നിന്റെ കൈകളിൽ വഹിച്ചു കൊള്ളുകയും ചെയ്ത് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് കൂടി എഴുതിയിരിക്കുന്നുവെന്ന് സാത്താനോട് പറയും. വചനമെന്ന വാലെടുത്ത് സാത്താനെ 3 പരീക്ഷാവേളകളിലും വെട്ടിയപ്പോൾ പിശാച് വെട്ടേറ്റ് പുറകോട്ട് മാറാനിടയായി. ഞാനും നിങ്ങളുമായിരുന്നെങ്കിൽ എന്തായി എൻ്റെ സ്ഥിതി? ഇവിടെയും ആരാധന എന്നുള്ള വിഷയമാണ് വരുന്നത്. അതിന് കൺക്ലൂഷൻ ചെയ്ത് അങ്ങ് നിർത്താൻ പോവാൻ. പിശാചിനെ ആരാധിക്കണമെന്നാണ് പിശാച് ഇച്ഛിക്കുന്നതെന്ന് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ, നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് അവനോട് പറഞ്ഞു. യേശു പിശാചിനെ ആരാധിക്കണമെന്ന് പിശാച് ആഗ്രഹിക്കുക. നമ്മൾ പിശാചിനെ ആരാധിക്കണമെന്ന് പിശാച് ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന പെന്തോക്കോസ് സമൂഹമേ, ഈ തീരുമാനത്തിൻ്റെ, പിശാചിൻ്റെ ഈ പ്രസ്താവനയുടെ നടുവിൽ എൻ്റെയും തീരുമാനം, നിൻ്റെയും തീരുമാനം എന്തായിരിക്കും? യേശുവിനെ പോലെ ആയിരിക്കണം. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവുള്ളൂ. പണം തരും പണത്തെ ആരാധിക്കരുത്. ഭാര്യ തരും ഭാര്യയെ ആരാധിക്കരുത്. മക്കളെ തരും മക്കളെ ആരാധിക്കരുത്. അവർ തരുന്ന യൂറോ, ഡോളർ, പൗണ്ട്, റിയാല്, ഡോളർ, ഖനി, ഇങ്ങനെയുള്ള വിദേശ പണങ്ങൾ ആരാധിക്കരുത്. നിന്റെ കട പറിച്ചു കളയും സാത്താൻ. ഉന്മാനും ഉടുപ്പാനുണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കണം. പണത്തെ ആരാധിക്കരുത്, വ്യക്തികളെ ആരാധിക്കരുത്, അപ്പനമ്മമാരെ ആരാധിക്കരുത്, മക്കളെ ആരാധിക്കരുത്, അവരെ ഇവരെയൊന്നും ആരാധിക്കരുത്, കണ്ട ചപ്പനെയും ചവറിനെയൊന്നും ആരാധിക്കരുത്. റോമാലേഖനം 1-ാം അധ്യായത്തിലേക്ക് വന്ന് ഞാൻ കൺക്ലൂഷൻ ചെയ്യാൻ പോവുക. റോമാലേഖനം 1-ാം അധ്യായത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഓ സ്വത്രം, സ്വത്രം! എത്ര മനോഹരമായ പൗലോസിന്റെ പഠിപ്പിക്കില്ല. അവർ ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ, മഹത്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ആരാധിക്കുക ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായിത്തീർന്നു. അവിടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റി അവരെ ആരാധിച്ചു. അതുകൊണ്ട് മനുഷ്യൻ എന്താ പറ്റി? ഹല്ലേലൂയ! അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിനേൽപ്പിച്ചു, അപമാനിക്കേണ്ട അശുദ്ധിയിലേൽപ്പിച്ചു. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവരെക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. അവരെന്നേക്കും വാഴ്ത്തപ്പെട്ടവനാമേൻ. അതുകൊണ്ട് ദൈവം അവരെ അപമാനരാങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വാഭാവിക വിരുദ്ധമാക്കി കളഞ്ഞു. അവരുടെ പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോടാൻ അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ദൈവത്തെ പരിചാരത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ തക്കോണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. നമ്മുടെ പിണറായി വിജയൻ അച്ഛന്മാരെ കുറിച്ച് പറഞ്ഞതാണ് നികൃഷ്ട ജീവികൾ. അത് പറഞ്ഞത് ഇപ്പം തനിക്ക് തിരിച്ചടിച്ചോ എന്നെനിക്കൊരു സംശയം തോന്നി. ആ അവസ്ഥയിൽ കിടക്കായിപ്പോ. ഹല്ലേലൂയ! എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. ആരെ ഏൽപ്പിച്ചു കൊടുത്തു? ദൈവം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ആധുനിക മനുഷ്യൻ ഒരു മൃഗത്തെ പോലെയായി. മെൻ വാസ് എ ഡിക്കേറ്റഡ് അനിമൽ. ഒരു മൃഗ സ്വഭാവമുള്ള മനുഷ്യനായി മാറി. ഞാൻ എൻ്റെ പ്രതാപത്താൽ ഉണ്ടാക്കിയ മഹദിയാം ബാബയിൽ അല്ലയോ എന്ന് നെബൂഖദ്നേസർ അഹങ്കരിച്ചപ്പോൾ അവൻ മൃഗത്തെ പോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തിന്നേണ്ട നല്ല ഒന്നാന്തര പാലപ്പവും അതും ഇതുമൊക്കെ കഴിക്കേണ്ടതോ പുല്ല് നിന്നുകൊണ്ട് കിടക്കുക, പറമ്പിൽ പോയി കിടന്നു. എന്ത് പറ്റി? അവൻ്റെ അഹങ്കാരം അവരെ പുല്ല് തീറ്റിച്ചു. ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മേലെ ഞാൻ എൻ്റെ സിംഹാസനം വയ്ക്കുമെന്ന് പറഞ്ഞ ഇന്ന് രാവിലെ ഒരു കൊച്ചു പാസ്റ്റർ അതിനെക്കുറിച്ചൊരു പ്രസ്താവന ഇറക്കി. എൻ്റെ കയ്യിലാ രോഗശാന്തി, എൻ്റെ കയ്യിലാ വിഷയങ്ങൾക്ക് വിടുതൽ. താനും ആരായി മാറി? ലൂസിഫറിൻ്റെ ഏജൻ്റായി മാറി. ഈ ശബ്ദം ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ വിട്ടോടിക്കോ, ഇല്ലെങ്കിൽ നിനക്ക് രക്ഷയില്ല. പുരാതന മനുഷ്യന്റെ ചരിത്രമാണ് ഇവിടെ റോമാലേഖനം 1-ാം അധ്യായം നമുക്ക് തരുന്ന പഠനം. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കിയ മനുഷ്യൻ ദൈവവ്യവസ്ഥ വിട്ട് അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ, അതായത് ആരാധിക്കുകയോ ചെയ്യാതെ, ദൈവത്തെ ആരാധിക്കാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ തന്നിഷ്ടപ്രകാരം പാട്ടും കൂത്തും ബഹളവുമായിട്ട് പോകുന്ന പെന്തോക്കോസ് സമൂഹമേ, ഓർത്തുകൊള്ളുക.
ദൈവം നിങ്ങളെ കൈവിട്ടാൽ നിങ്ങൾ ആരായി മാറും? നികിഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തികളായി നിങ്ങൾ തീരും. പിന്നെ നിങ്ങൾക്ക് രക്ഷയില്ല. പിന്നെ നിങ്ങൾ കിടക്കുന്നത് ലൂക്കോസ് 16 ഒരുത്തൻ്റെ കൂട്ടത്തിലാണ്, ധനവാന്റെ കൂട്ടത്തിലായിപ്പോൾ. അത് നിങ്ങൾക്കും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും ഈ ഗതികെട്ട അനുഭവം വരരുത്. അതിനുവേണ്ടി ഞാൻ ഈ പറയുന്നത്. എൻ്റെ വാക്കുകൾ ഇച്ചിരി ക്രൂരമായിരിക്കാം, കട്ടിയായിരിക്കാം, ഭയമില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയായിരിക്കാം. അത് നിങ്ങളുടെ തോന്നലാണ്. അങ്ങനെ ചിന്തിക്കേണ്ട. ഞാൻ ഇച്ചിരി ശാസിച്ചും തർജ്ജനം ചെയ്തും പറയുന്നത് നിങ്ങളുടെ നിത്യത സ്വർഗത്തിലായിരിക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ തമ്മിൽ ഒരുപക്ഷെ ഈ പ്രസംഗം പറയുന്ന ഞാനും നിങ്ങളും തമ്മിൽ കണ്ടില്ലെന്ന് വരാം, നമ്മൾ തമ്മിൽ ഒരു കൂട്ടായ്മ ആചരിച്ചില്ലെന്ന് വരാം. എന്നാൽ നമുക്ക് സ്വർഗത്ത് പോകണം, കർത്താവിനെ കാണണം, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ അംശങ്ങളായി തീരണം. അതിന് ഈ ദുരുപദേഷ്ടകന്മാരും കള്ളപ്രവാചകന്മാരും അവർ നിങ്ങളെ തടയിടാൻ വരികയാണ്. അവർ നിങ്ങളുടെ ആത്മീയ അനുഭവത്തെ കാർന്നു തിന്നുകയാണ്. അവർ നിങ്ങളെ അടിമമുഖത്തിലേക്ക് വലിച്ചോണ്ട് പോവുകയാണ്. സ്വാതന്ത്ര്യമായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, അതിൽ ഉറപ്പിച്ച് നിൽപ്പീൻ. അടിമമുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഈ വചനങ്ങൾ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. എൻ്റെ കട്ടിയായ പദങ്ങൾ നിങ്ങൾ സഹിഷ്ണുതയോടെ കേൾക്കുക. ഒരു നിത്യത സ്വർഗത്തിൽ ചെലവഴിക്കാനാണ് ഞാൻ ഈ കണ്ഠക്ഷോഭം ചെയ്യുന്നത്, അല്ല ഒന്നിനും വേണ്ടിയല്ല. നിങ്ങളുടെ ആരുടെയും സ്വോത്രാഴ്ചയും വേണ്ട, നിങ്ങളുടെ ആരുടെയും ദശാംശവും വേണ്ട, എനിക്കൊന്നും വേണ്ട. കർത്താവ് എന്നെ അത്ഭുതകരമായിട്ട് നടന്നു. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യൻ. ആ വാക്യം എൻ്റെ പുസ്തകത്തിലുണ്ട്. കൃപയാൽ പല ഭാഷന്മാരുടെയും പുസ്തകത്തിൽ അതില്ല. അവരെ ഓർത്ത് ഞാൻ സഹതപിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചോ. സ്തോത്രം.